ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂട്ടിയിലുള്ളൊരു വേറൊരു കോറിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് മെത്തേഡ്, അതായത് 3 മെത്തേഡിലാണ് കോറിലേഷൻ നമുക്കുള്ളത്. ഒന്ന് കാർലൻ പിയേഴ്സൺ മെത്തേഡ്, ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, ആൻഡ് ഫൈനലി കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് പറഞ്ഞില്ലേ, മൂന്നാമത്തെ ഒരു മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് +or - √2c - n ഡിവൈഡ് ബൈ n. ഇവിടെ c എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര പോസിറ്റീവ് സൈൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, c എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് n, എത്ര പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് നമുക്ക് വന്നിട്ടുണ്ട്, അതിനാണ് n. അതിൻ്റെ ടോട്ടൽ ഇതിൽ n എടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ സിയിൽ വരുമ്പോൾ പോസിറ്റീവ് സൈൻ മാത്രമാണ് നമ്മൾ നമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം, അതായത് കാൽക്കുലേറ്റ് അത് കോയിഫിഷ്യൻ ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ ഉണ്ട്, നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ നമ്മൾ വാല്യൂസ് എടുത്ത് എഴുതി. അടുത്ത കാര്യമാണ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡി എക്സ് ആൻഡ് ഡി വൈ. അതിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത്, ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സ് എന്ന വാരിയബിൾ നോക്കുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന വാല്യൂ 20 ആണ്. 20 കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്ന വാല്യൂ 25 ആണ്. എന്നാണ് ഇൻക്രീസിങ് അല്ല കാണുന്നത്, അതാണ് ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസിങ് ആണ്. 25 കഴിഞ്ഞാൽ 30 കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതും ഡയറക്ഷൻ പോസിറ്റീവായിട്ടാണ് വരിക. അടുത്തത് 30ൽ നിന്നും 15 ആയി, അപ്പോൾ കുറഞ്ഞു. അപ്പോൾ കുറയുമ്പോൾ നമ്മൾ ഏത് സൈൻ കൊടുക്കണം, നെഗറ്റീവ്. അങ്ങനെയാണ് ഈ ഒരു കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന വാരിയബിളിൽ, അതായത് എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ, അതിൽ ഇനീഷ്യലിൽ എപ്പോഴും ബ്ലാങ്ക് ആയിട്ടായിരിക്കും, നില്ലായിരിക്കും. കാരണം നമുക്ക് എവിടേക്കാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡി എക്സിലും ഡി വൈയിലും നില്ലായിരിക്കും. അതായത് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളവിടെ ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആണോ, അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കൂടാണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കും. ഇനിയല്ല തന്നിരിക്കുന്ന വാല്യൂക്കാളും കുറയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അങ്ങനെ ഡി എക്സും ഡി വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 20 എക്സ് എടുക്കുകയാണെങ്കിൽ 20 കഴിഞ്ഞാൽ 25 ആണ്, അപ്പോൾ കൂടാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുത്തു. ദെൻ 25ൽ നിന്നും 30 ആണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനും പോസിറ്റീവ് സൈൻ കൊടുത്തു. ഇനി 30ൽ നിന്നും 15 ആണ്, അപ്പോൾ കുറയാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നെഗറ്റീവാണ് സൈൻ കൊടുക്കേണ്ടത്. ഇനി അടുത്ത് എന്താണ്, 15ൽ നിന്നും 28 ആയി, അപ്പോൾ കൂടിയിരിക്കുകയാണ്, അപ്പോൾ പോസിറ്റീവ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് 28ൽ നിന്നും 32 ആയി, അപ്പോൾ പോസിറ്റീവ് കൊടുക്കുക. പിന്നെയും 35 ആണ്, അപ്പോൾ കൂടിയിരിക്കുകയാണ്, അപ്പോൾ പോസിറ്റീവ് കൊടുത്തു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 17 ആണ്, അപ്പോൾ കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു അല്ലേ, അപ്പോൾ നെഗറ്റീവ് കൊടുത്തു. ഇനി 70ൽ നിന്നും 29 ആയി കഴിഞ്ഞു, അപ്പോൾ അത് പോസിറ്റീവ്. അങ്ങനെയാണ് കൂടുകയാണെങ്കിൽ, അതായത് നേരത്തെ തന്നിരിക്കുന്ന വാല്യൂ നിന്നും കൂടാണെങ്കിൽ പോസിറ്റീവ് കൊടുക്കും. ഇനി അതല്ല കുറഞ്ഞിട്ടാണ് വാല്യൂ കാണിക്കുന്നതെങ്കിൽ നെഗറ്റീവ് കാണിക്കും. അതിൽ ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡി വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ വാല്യൂ 30 ആണ്, അപ്പോൾ അവിടെ നില്ലായിരിക്കും. ഇതിൽ നിന്നും നോക്കുകയാണെങ്കിൽ, അതായത് വൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 30ൽ നിന്നും 80ലേക്കാണ്, അപ്പോൾ നെഗറ്റീവ് വന്നു, നെഗറ്റീവ് സൈനാണ് വരിക. ദെൻ 25 ആയി, അപ്പോൾ പോസിറ്റീവ് ആണ് വരിക. ദെൻ 10 വരുമ്പോൾ എന്താണ്, 25ൽ നിന്നും 10 ആയി, അപ്പോൾ കുറഞ്ഞു, അപ്പോൾ നെഗറ്റീവ്. ദെൻ 30 ആയി, അപ്പോൾ പോസിറ്റീവ് കൊടുത്തു. ദെൻ 25, അപ്പോൾ കുറഞ്ഞു, ഇത് 30ൽ നിന്നും 25, അപ്പോൾ കുറഞ്ഞപ്പോൾ നെഗറ്റീവ് കൊടുത്തു. അടുത്തതും കുറയാണ് ചെയ്തിരിക്കുന്നത്, കാരണം 15 ആയി. അടുത്തത് 30 ആയി, അപ്പോൾ 30 വരുമ്പോൾ കൂടി. ആൻഡ് ഫൈനലി 27 കുറഞ്ഞു, അപ്പോൾ എന്തായി, നെഗറ്റീവ് സൈൻ. അങ്ങനെയാണ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് സൈനും കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡി എക്സ് ഇൻറ്റു ഡി വൈ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക, വാല്യൂ നെഗറ്റീവ്. നമ്മൾ ഓൾറെഡി മാത്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ചെറുപ്പം മുതലുള്ള അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും, അപ്പോഴും പോസിറ്റീവാണ്. ഇനി പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവാണ് കിട്ടുക. ഇത്ര ചിന്തിച്ചാൽ മതി. നെഗറ്റീവോ പോസിറ്റീവ് ആണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നെഗറ്റീവും,
പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് വരിക. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിൽ, അതായത് നമ്മുടെ ഡി എക്സ് ഡി വൈയിൽ എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട് നമുക്ക് നോക്കണം. അതാണ് സി എന്നത് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 3 പോസിറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 3. ഇനി എത്ര സെറ്റ് പെയേഴ്സ് ഉണ്ട് നോക്കുക. അപ്പോൾ 1 2 3 4 5 6 7 8 പെയേഴ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ സൈൻ നോക്കി നോക്കിയാൽ ലാസ്റ്റ് ഡി എക്സ് ആൻഡ് ഡി വൈയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ എപ്പോഴും നില്ലായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ n ഉണ്ട്. പക്ഷേ ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര പോസിറ്റീവും നെഗറ്റീവും സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 8. ഓക്കെ. ഇനി അടുത്തെന്ത് വേണം? നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞാൽ റൂട്ട് എടുക്കുക, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അവിടെ 2 ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. 2 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ. അപ്പോൾ നമുക്ക് എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്? 3 പോസിറ്റീവ് സൈൻ ഉണ്ട്. ദെൻ മൈനസ് എൻ. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര പോസിറ്റീവും നെഗറ്റീവ് സൈൻസ് ഉണ്ട്. അപ്പോൾ 8 നമ്പേഴ്സാണ് വരുന്നത്. അങ്ങനെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു. ദെൻ അതിനെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് 5 വരും. ഇങ്ങനെയാണ് എന്ത് വരിക? ഈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. എളുപ്പമാണ്. നമ്മളിങ്ങനെ കൂടുന്നതനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നു. ദെൻ അതിന് ഡി എക്സ് ആൻഡ് ഡി വൈ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിൽ പോസിറ്റീവ് സി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട് നോക്കും. ഇനി എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ കൂടിയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കും. അങ്ങനെയാണ് ഈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. നമുക്കിനി ഒരു മെത്തേഡും കൂടി മെത്തേഡല്ല, ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ. അപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് സപ്ലൈ ആൻഡ് പ്രൈസ് ആണ്. അപ്പോൾ സപ്ലൈക്ക് എക്സും പ്രൈസിന് വൈ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എക്സിനെ മാത്രം എടുക്കാം. അപ്പോൾ 60 ആണ്. അപ്പോൾ ആദ്യത്തെ നില്ലായിരിക്കും. 64 കൂടി അല്ലേ? 60യിൽ നിന്നും 160യിൽ നിന്നും 164 ആയി. അപ്പോൾ പോസിറ്റീവ് ആണ്. 72 ആയി. 172 ആയി കൂടി. 182 ആയി. അപ്പോഴും കൂടിയിട്ടുണ്ട്. അടുത്ത് വരുമ്പോൾ എന്താണ്? 166 ആയി. അപ്പോൾ കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കൊടുത്തു. അങ്ങനെ കൂടുന്നതിനും കുറഞ്ഞതിനും നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുക. അതുപോലെ തന്നെ വൈക്കും അതേപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി എന്താണ്? ഡി എക്സ് ഇൻറ്റു ഡി വൈ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പോസിറ്റീവും ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് തന്നെയാണ് വരിക. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ഇതിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കെല്ലാം എന്താണ്? നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. കാരണം പോസിറ്റീവായിട്ട് ഒരു സൈനും ഇല്ല. അപ്പോൾ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി എൻ എന്ന് പറയുന്നത് എന്താണ്? എത്ര പോസിറ്റീവ് ആൻഡ് എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് നെഗറ്റീവ് സൈൻ വരുന്നത്? 8 ആണ് വരുന്നത്. ദെൻ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R എന്ന വാല്യൂ, അതായത് കോറിലേഷൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ചോദിക്കാം, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് പ്രകാരമാണ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക.